സി.എച്ച്. മുഹമ്മദ് കോയയുടെ 41ാം ചരമവാർഷിക ദിനത്തിൽ സി.എച്ചിന്റെ ജീവിതയാത്രകൾ അടയാളപ്പെടുത്തിയ വാർത്താ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവ് ലത്തീഫ് നടക്കാവിന്റെ ശേഖരത്തിൽ നിന്നുമെടുത്തവയാണ് പ്രദർശിപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രി സി.എച്ച്. മുഹമ്മദ് കോയയുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന നിമിഷങ്ങൾ ഉൾപ്പെട്ട വാർത്താ ചിത്രങ്ങളാണ് സി.എച്ചിന്റെ ആരാധകനും ഗിന്നസ് വേൾഡ് റെക്കോർഡറുമായ എം.കെ. ലത്തീഫ് നടക്കാവ് ഒരുക്കിയത്. വാർത്താ ചിത്രങ്ങൾ, പുസ്തകങ്ങൾ, തപാൽ വകുപ്പ് പുറത്തിറക്കിയ അദ്ദേഹത്തിന്റെ പേരിലുള്ള കവർ വരെ മഹാനായ സി.എച്ച്. വാർത്തകളിലൂടെ പ്രദർശിപ്പിച്ചു. ആർക്കിയോളജി ആൻഡ് ഹെറിറ്റേജ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കാവ് ക്രസന്റ് ഹൌസിൽ നടത്തിയ പ്രദർശനം ഡോക്ടർ എം.കെ. മുനീർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഏറെ വിജ്ഞാന കൗതുകം നൽകുന്നതാണ് ചിത്രങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് പോലും കാണാൻ പറ്റാത്ത പല പഴയകാല പത്രങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രദർശനത്തിലുണ്ട്. തീർച്ചയായും ഒരു വൈജ്ഞാനിക പ്രദർശനം കൂടിയാണത്. എൻ്റെ പിതാവിനെ സംബന്ധിക്കുന്ന ഒരു രേഖാചിത്രം കൂടിയാണ് നമുക്ക് ഈ പ്രദർശനത്തിലൂടെ കാണാൻ കഴിയുന്നത്. സി.എച്ചിന്റെ 300-ലധികം വാർത്തകൾ അടങ്ങിയ പത്രശേഖരം, പുസ്തകങ്ങൾ, മാസികകൾ, സുവനീർ തുടങ്ങിയവ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തോടുള്ള ആരാധനയാണ് ഈ പ്രവൃത്തിക്ക് കാരണമെന്ന് ലത്തീഫ് പറഞ്ഞു. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ നടക്കാവെന്ന് ക്രസന്റ് ഹൗസിൽ വരുമായിരുന്നു. അന്ന് ഉപമുഖ്യമന്ത്രിയായിരുന്നു അന്ന് സി.എച്ച്. മുഹമ്മദ്. ആ കാലഘട്ടം മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധനയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ കുറേ ഫോട്ടോസ് കളക്ട് ചെയ്യാൻ പറ്റി. ഏകദേശം ഒരു 1000-600 ഫോട്ടോസ് കളക്ട് ചെയ്ത് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ കിട്ടിയ ഫോട്ടോസുകളാണ്. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, കോഴിക്കോട് ഗാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, മുൻ എം.എൽ.എ. കെ.എം. ഷാജി, കൗൺസിലർ കെ. മൊയ്തീൻ കോയ, കമാൽ വരദൂർ, അഡ്വക്കേറ്റ് എ.വി. അൻവർ, പി.കെ. വികാസ്, റഷീദ് മക്കട തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സി.എച്ചിന്റെ ഖബറിടത്തിൽ പ്രത്യേക പ്രാർത്ഥനയും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കെ.എസ്.ആർ.ടി.സി. ബസ് ടെർമിനലിൽ യാത്രക്കാർക്കായി ശീതീകരിച്ച